വെൽക്കം ടു അവർ കൊമേഴ്സ് ക്ലാസ് റൂം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്. വർക്കിംഗ് ക്യാപിറ്റലിന്റെ റിക്വയർമെന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചു വരുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനകത്തുള്ള പലതരത്തിലുള്ള മെത്തേഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. പെർസെന്റേജ് ഓഫ് സെയിൽസ് മെത്തേഡ്, റിഗ്രഷൻ അനാലിസിസ് മെത്തേഡ്, ക്യാഷ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ്, പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് മെത്തേഡ്, അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മെത്തേഡ്, ഇങ്ങനെ പലതരത്തിലുള്ള മെത്തേഡുകൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പെർസെന്റേജ് ഓഫ് സെയിൽസ് മെത്തേഡ് ആണ്. ഇതാണ് പെർസെന്റേജ് ഓഫ് സെയിൽസ് മെത്തേഡ്. പെർസെന്റേജ് ഓഫ് സെയിൽസ് മെത്തേഡ് എങ്ങനെയാ ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ കോമ്പോണന്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നമ്മളൊന്ന് ഓർത്തിരിക്കുക. ഏതൊക്കെയാണ് നമുക്ക് ഓൾറെഡി അറിയാം. ഏതൊക്കെയാണ് നമ്മുടെ കോമ്പോണന്റ്സ് എന്ന് നമുക്കറിയാം. ഏതൊക്കെയാണ് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയാണ് നമ്മുടെ കോമ്പോണന്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും. അപ്പൊ നമുക്ക് ഏതാണ് കറണ്ട് അസറ്റ്, ഏതാണ് കറണ്ട് ലയബിലിറ്റി എന്ന് ഓൾറെഡി നമുക്കറിയാം. എന്നാലും നമുക്കൊന്നുകൂടെ നോക്കാം ഏതൊക്കെയാണ് നമ്മുടെ കറണ്ട് അസറ്റ്, ഏതൊക്കെയാണ് നമ്മുടെ കറണ്ട് ലയബിലിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ നമുക്ക് കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, പല തരത്തിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. ഇങ്ങനെ പല ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, വർക്കിംഗ് ക്യാപിറ്റൽ ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റിനെയാണ് നമ്മൾ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റിനെ കുറയ്ക്കുന്നതിനെയാണ് പറയുന്നത്. ഇനി എന്റെ പല കോമ്പോണന്റ്സ് ഉണ്ട്. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ, സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലതരത്തിലുള്ള വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ചെല്ലാം തിയറി പോർഷനിൽ പഠിച്ചതാണ്. അപ്പൊ ഇനി കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യണമല്ലോ ഏതാണ് കറണ്ട് അസറ്റ്. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് മാത്രം എടുത്താൽ മതി, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും മാത്രം എടുത്താൽ മതി. അപ്പൊ ഏതൊക്കെയാണ് കറണ്ട് അസറ്റ്, ഏതൊക്കെയാണ് കറണ്ട് ലയബിലിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ കറണ്ട് അസറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ക്യാഷ് ഇൻ ഹാൻഡ് കറണ്ട് അസറ്റ് ആണ്. ഇപ്പൊ ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റിൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് കണ്ടാൽ അതാ കണക്ക് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ട് വേണ്ട ഐറ്റം ആണ്. ഇനി ക്യാഷ് അറ്റ് ബാങ്ക് അല്ലെങ്കിൽ വെറും ബാങ്ക് എന്നായിരിക്കും കിടക്കുന്നത്. അപ്പൊ അതും നമുക്ക് എന്താ കണക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഐറ്റം ആണ്. പിന്നെ ബിൽസ് റിസീവബിൾ, നമ്മൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ പഠിച്ചപ്പോഴും ഒക്കെ ബിൽസ് റിസീവബിളിനെ കുറിച്ച് പഠിച്ച. ബിൽസ് റിസീവബിൾ അടുത്ത എന്താണ്, സൺഡ്രി ഡെപ്റ്റർ. ഇത് രണ്ടും ഒരേ കാറ്റഗറിയാണ് വരുന്നത്. പക്ഷെ രണ്ട് പേര് തന്നാൽ രണ്ട് ഐറ്റവും നമ്മൾ കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണം. സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ. ഇവിടെ ഈ സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ, നമ്മൾ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററി ആണല്ലോ വർക്കിംഗ് കറണ്ട് അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ മെറ്റീരിയൽ തന്നെയായിരിക്കും എന്തെന്ന് പറയുന്നത്, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവുന്നത്. അപ്പൊ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്, സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, ഈ മൂന്ന് കാറ്റഗറിയിലും ചിലപ്പോൾ നമുക്ക് ഐറ്റംസ് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ടായിരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കണ്ടുപിടിക്കാനായിട്ട്. അത് കൂടാതെ ചിലപ്പോൾ എന്താ, ഇത് ഈ മൂന്ന് കാറ്റഗറിയിൽ അല്ലെങ്കിൽ എന്തെന്നായിരിക്കും തരുന്നത്, ചുമ്മാ ഇൻവെന്ററി എന്ന് പറഞ്ഞോ അല്ലെ സ്റ്റോക്ക് എന്ന് പറഞ്ഞോ ആയിരിക്കും തരുന്നത്, അല്ലെ സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഐറ്റം ഇവിടെ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തതാണ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മുടെ കറണ്ട് അസറ്റ് ആണ്. പിന്നെ അക്രൂഡ് ഇൻകം. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ, കിട്ടാനുണ്ട് കിട്ടിയിട്ടില്ല, കിട്ടാനുണ്ട് കിട്ടാത്ത ഇൻകം ആണെന്ത് അക്രൂഡ് ഇൻകം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് നമ്മുടെ കറണ്ട് അസറ്റ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എന്താ, കൊടുക്കാനുള്ളത് നമ്മൾ മുൻകൂട്ടി കൊടുത്തു, അഡ്വാൻസ് പേയ്മെന്റ് നടത്തി. അതും നമ്മുടെ എന്താണ്, കറണ്ട് അസറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ബേസിക്കലി നമുക്ക് വരാനും കാണാനും ഒക്കെ ചാൻസ് ഉള്ള കറണ്ട് അസറ്റുകൾ. ഈ കറണ്ട് അസറ്റുകളുടെ പേരൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഇനി നിങ്ങൾ ക്ലാസിഫിക്കേഷനോ വർക്കിംഗ് ക്യാപിറ്റൽ പഠിക്കുമ്പോഴും ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ചോദിച്ചാൽ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞ് എഴുതുക. സജാസ് എന്ന് പറഞ്ഞിട്ട് ഈ കറണ്ട് അസറ്റുകളുടെ എല്ലാ പേര് നമുക്ക് എഴുതാം. അന്നേരം നമുക്ക് ഇത് ഉപകരിക്കും. ഇനി നമുക്ക് കറണ്ട് ലയബിലിറ്റിയിലേക്ക് നോക്കാം. ഏതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള കറണ്ട് ലയബിലിറ്റി, നമ്മുടെ സൺഡ്രി ക്രെഡിറ്റർ ആണ്. നെക്സ്റ്റ് ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എന്താ, കൊടുക്കാനുണ്ട് കൊടുത്തിട്ടില്ല. ഇപ്പോഴും ആ ഒരു എക്സ്പെൻസ് നമുക്ക് അവിടെ ഉണ്ട്. ആ എക്സ്പെൻസ് നമുക്ക് ഇതുവരെ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതിനെയാണെന്ന് എന്തെന്ന് പറയുന്നത്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താ, പ്രൊവിഷൻ ഫോർ ടാക്സ്. നമ്മൾ ടാക്സ് അടയ്ക്കണമല്ലോ, അതിന്റെ പ്രൊവിഷൻ നമ്മുടെ കറണ്ട് ലയബിലിറ്റി ആണ്. പ്രൊപ്പോസ്ഡ് ഡിവിഡന്റ്, ഷെയർ ഹോൾഡേഴ്സിന് നമുക്ക് ഡിവിഡന്റ് കൊടുക്കണമല്ലോ, അത് നമ്മുടെ കറണ്ട് ലയബിലിറ്റി ആണ്. ഇനി നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താന്ന് ചോദിച്ചാൽ എഴുതാലോ, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി, അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി ഈസ് കൺസിഡേർഡ് ആസ് ദ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് എഴുതാം. അന്നേരം നമുക്ക് കറണ്ട് അസറ്റിന്റെയും കറണ്ട് ലയബിലിറ്റിയുടെയും ഒക്കെ പേര് സെപ്പറേറ്റ് നമുക്ക് തിയറി എക്സാമിന് ഉപകാരപ്പെടും. അപ്പൊ ഇതാണ് നമ്മുടെ കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റിയിൽ വരാൻ ചാൻസ് ഉള്ള ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പേര് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഈ ഐറ്റംസ് മാത്രം എന്ത് ചെയ്യാവുള്ളൂ, ക്വസ്റ്റ്യനിൽ കണ്ട വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കണ്ടുപിടിക്കാൻ അത് ഏത് മെത്തേഡ് ആയാലും നമ്മൾ എടുക്കാവുള്ളൂ.
അല്ലാതെ ഇപ്പൊ നമുക്ക് എന്താണ് ഷെയർ ക്യാപിറ്റൽ കാണും, റിസർവ് ആൻഡ് സർപ്ലസ് കാണും, ഡിബഞ്ചേഴ്സ് കാണും. ഇതൊന്നും നമ്മുടെ കറണ്ട് അസറ്റ് അല്ല. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല, അത് കണക്ക് ചെയ്യാനായിട്ട് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. ഏത് ഐറ്റംസേ നമ്മൾ എടുക്കാവുള്ളൂ, കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് ഈ ഹെഡിൽ തന്നിരിക്കുന്ന കാര്യങ്ങളെ എടുക്കാവുള്ളൂ. ഇനി ചിലപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആയിരിക്കും, അതാണെങ്കിൽ അതെടുക്കുക. അല്ലെങ്കിൽ ഇത് മൂന്നൂടെ ചേർത്ത് നമ്മൾ ഇൻവെന്ററി എന്ന് പറഞ്ഞിട്ടായിരിക്കും തരുന്നത്, അങ്ങനെയാണെങ്കിൽ അതെടുത്തോളുക. അക്രൂഡ് ഇൻകം മറക്കരുത്. പ്രീപെയ്ഡ് എക്സ്പെൻസ് കറണ്ട് അസറ്റ് ആണ്. കറണ്ട് ലയബിലിറ്റി ആയിട്ട് സൺഡ്രി ക്രെഡിറ്റർ ഉണ്ട്, ബിൽസ് പേയബിൾ ഉണ്ട്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, പ്രൊവിഷൻ ഫോർ ടാക്സ് ആൻഡ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്. അപ്പൊ ഇനി നമുക്ക് കണക്കിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പെർസെന്റേജ് ഓഫ് സെയിൽസ് മെത്തേഡ്. പെർസെന്റേജ് എത്രയല്ല തരുന്നത്, 100-ലാണല്ലോ തരുന്നത്. അപ്പൊ 100 വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ കണക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. പെർസെന്റേജ് ഓഫ് സെയിൽസ് മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റൊരു കാര്യം കൂടെ ഓർത്തു വെക്കുക, നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ പാലിക്കണം. അപ്പൊ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരച്ചിട്ടാണ് ചെയ്യുന്നത്, അതൊക്കെ നമുക്കിപ്പോ നോക്കാം. അപ്പൊ എപ്പോഴും നമ്മൾ കറണ്ട് അസറ്റിൽ നിന്നും കറണ്ട് ലയബിലിറ്റി കുറയ്ക്കണം. കറണ്ട് അസറ്റ് ആയിരിക്കും ആദ്യം എഴുതേണ്ടത്, അതിനുശേഷമാണ് നമ്മൾ കറണ്ട് ലയബിലിറ്റി എഴുതുന്നത്. അപ്പൊ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി സ്റ്റേറ്റ്മെന്റ് ഫോമിലായിരിക്കും നമ്മൾ എഴുതുന്നത്. അപ്പൊ ആദ്യം നമ്മൾ കറണ്ട് അസറ്റ് ക്വസ്റ്റനിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്യുക, അതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുക, അതിനുശേഷം അതിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കണ്ടെത്തുക, അതിന്റെ കറണ്ട് ലയബിലിറ്റിയുടെ ടോട്ടൽ എഴുതി വെച്ചിട്ട് ഈ കറണ്ട് അസറ്റിൽ നിന്നും കറണ്ട് ലയബിലിറ്റിയുടെ എമൗണ്ട് നമ്മൾ കുറച്ച് കളഞ്ഞാൽ മാത്രമേ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റിന്റെ അല്ലെങ്കിൽ എത്രമാത്രം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് വേണമെന്ന് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഈ ഒരു ബേസിക് ഐഡിയ ഒന്ന് ഓർത്തു വെക്കുക. കറണ്ട് അസറ്റിൽ നിന്ന് നമുക്ക് കറണ്ട് ലയബിലിറ്റി ഇവിടെ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. പെർസെന്റേജ് ഓഫ് സെയിൽസ് മെത്തേഡ് വെച്ച് നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കും. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ബാലൻസ് ഷീറ്റ് ആയിരിക്കും നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ലഭിക്കുന്നത്. ബാലൻസ് ഷീറ്റിൽ ഉണ്ടോ, ഒരു ബാലൻസ് ഷീറ്റ് നമുക്ക് തരും, അതിന്റെ ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും ഉണ്ടായിരിക്കും. അപ്പൊ ഇതിനകത്തുനിന്ന് എന്ത് മാത്രം നമ്മൾ എടുത്താൽ മതി, നമുക്ക് ആവശ്യമായിട്ടുള്ള കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റി മാത്രം നമുക്ക് ഇവിടെ എടുത്താൽ മതി. ഷെയർ ക്യാപിറ്റൽ കറണ്ട് അസറ്റ് ആണോ? അല്ല. റിസർവ് ആൻഡ് സർപ്ലസ് കറണ്ട് അസറ്റ് ആണോ? അല്ല. ഡിബഞ്ചർ കറണ്ട് അസറ്റ് ആണോ? അല്ല. ഇനി അടുത്തതാണ് സൺഡ്രി ക്രെഡിറ്റ് കറണ്ട് അസറ്റ് അല്ലേ, അപ്പൊ അത് എടുക്കണം. സോറി, കറണ്ട് ലയബിലിറ്റി അല്ലേ, അത് എടുക്കണം. ഞാൻ ഈ പറഞ്ഞതെല്ലാം കറണ്ട് അസറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്, കറണ്ട് ലയബിലിറ്റീസ് ആണത്. അപ്പൊ ഷെയർ ക്യാപിറ്റൽ കറണ്ട് ലയബിലിറ്റി അല്ല, റിസർവ് ആൻഡ് സർപ്ലസ് കറണ്ട് ലയബിലിറ്റി അല്ല, ഡിബഞ്ചർ കറണ്ട് ലയബിലിറ്റി അല്ല, സൺഡ്രി ക്രെഡിറ്റർ എന്താണ്, കറണ്ട് ലയബിലിറ്റി ആണ്, ബിൽസ് പേയബിളും കറണ്ട് ലയബിലിറ്റി ആണ്. ഇനി നമ്മുടെ കറണ്ട് അസറ്റ് ഏതൊക്കെയാ? ഫിക്സഡ് അസറ്റ് എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്, അപ്പൊ അത് കറണ്ട് അസറ്റ് ആണോ? അല്ല. ഇനി ഇൻവെന്ററിയിൽ അവിടെ എന്തുണ്ട്? ഇൻവെന്ററി എന്തായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻവെന്ററിനെ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഈ പോർഷൻ ഈ 3 തരുന്നത്. സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ, സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. നമുക്ക് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നിരിക്കുന്ന ഇൻവെന്ററീസ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത്. അപ്പൊ ഇൻവെന്ററി എന്താണ്? കറണ്ട് അസറ്റ് ആണ്, അപ്പൊ ഇത് എടുക്കണം. ഇനി അടുത്തതാണ് റിസീവബിൾ അഥവാ ബിൽസ് റിസീവബിൾ, കറണ്ട് അസറ്റ് അല്ലേ, എടുക്കണം. ഇനി അടുത്തെന്താണ്? ക്യാഷ് എന്താണ്? ക്യാഷ് ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള കറണ്ട് അസറ്റ് ആണ്. അപ്പൊ കറണ്ട് അസറ്റും നമുക്ക് ഈ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് പെർസെന്റേജ് മെത്തേഡില് അല്ലെ പെർസെന്റേജ് ഓഫ് സെയിൽസ് മെത്തേഡിൽ കണ്ടെത്താനായിട്ട് ആവശ്യമാണ്. അപ്പൊ നമുക്ക് ഇതിനകത്തുനിന്ന് കറണ്ട് അസറ്റ് ഏതാണ്, കറണ്ട് ലയബിലിറ്റി ഏതാണ്, കറണ്ട് അസറ്റ് ഏതാണ്, കറണ്ട് ലയബിലിറ്റി ഏതാണെന്ന് ഓൾറെഡി നമുക്ക് മനസ്സിലായി. അപ്പൊ ഏതൊക്കെ ഐറ്റം ആണ് ഇവിടെ നമുക്ക് കണക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ളൂ? ഇൻവെന്ററി, റിസീവബിൾസ് ആൻഡ് ക്യാഷ്. ഇനി ലയബിലിറ്റി സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ സൺഡ്രി ക്രെഡിറ്റർ ആൻഡ് ബിൽസ് റീസീവബിൾ, ഈ 2 ഐറ്റമാണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് കൂടെ തന്നിട്ടുണ്ട്, അതെന്താ നമുക്ക് നോക്കാം. ദ ടേൺ ഓവർ ഓഫ് ദ കമ്പനി ഓൺ 2016 to 17 വാസ് 1000 lakhs. It anticipated a sales turnover of rupees 1500 lakh in 2017 and 18. Estimate working capital requirement of 17 and 18. അപ്പൊ സെയിൽസ് എന്ന് പറയുന്നത് ഇവിടെ എന്ത് തന്നെയാണ്? ടേൺ ഓവർ തന്നെയാണ്. അപ്പൊ ഈ കമ്പനിയുടെ സെയിൽസ് ടേൺ ഓവർ, വിറ്റുവരവാണ് ഇവിടെ തന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ, ഇത് ഏത് വർഷത്തെ ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നത്? 2017 ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ 2016-17 കമ്പനിക്ക് 1000 ലക്ഷം രൂപയുടെ വിറ്റുവരവുണ്ട്. ഇനി അവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അല്ലെ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത് എത്ര രൂപയാണ് അടുത്ത വർഷം? 2017-18 കമ്പനി ഉദ്ദേശിക്കുന്നത് 1500 രൂപയുടെ സെയിൽസ് ടേൺ ഓവർ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ സെയിൽസ് ടേൺ ഓവർ വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടെത്തണം? നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഈ കമ്പനിക്ക് എത്രമാത്രം വേണമെന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോ ഇതിനകത്തുനിന്ന് നമുക്ക് അസറ്റ് സൈഡിൽ നിന്ന് എടുക്കേണ്ടത് 3 ഐറ്റം ആണ്. ഇൻവെന്ററി, റിസീവബിൾസ് ആൻഡ് ക്യാഷ്. ലയബിലിറ്റി സൈഡിൽ നമുക്ക് എടുക്കേണ്ടത്
സൺട്രി ക്രെഡിറ്ററും ബിൽസ് റിസീവബിളും പിന്നെ നമുക്കിവിടെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷത്തെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ചുമ്മാ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഏതെങ്കിലുമൊക്കെ വിവരങ്ങൾ നമുക്ക് അവൈലബിൾ ആയാൽ മാത്രമേ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ 2016-17 1000 രൂപ 1000 നമുക്ക് ഉണ്ട് സെയിൽസ് ടേൺ ഓവർ ആയിട്ട്. ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് ഏതാണ്? 17-18 എത്രമാത്രം വർക്കിംഗ് ക്യാപിറ്റൽ ഇത് പ്രകാരം വേണമെന്ന് നമ്മൾ കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരയ്ക്കണം. സ്റ്റേറ്റ്മെന്റിന്റെ ഏത് ഫസ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വരയ്ക്കണം. സ്റ്റേറ്റ്മെന്റിന്റെ ഫ്രണ്ടിൽ എഴുതുക, എന്തോന്ന് എഴുതുക? എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്ന് എഴുതുക. ഇനി നമുക്ക് കുറെ ഐറ്റംസ് ഇവിടെ എഴുതാനുള്ളതാണ്. ഇനി നമുക്ക് ആദ്യത്തെ കോളത്തിൽ വരുന്നത് പെർസെന്റേജ് ഓഫ് കറന്റ് അസറ്റ് ആൻഡ് കറന്റ് ലയബിലിറ്റി ടു സെയിൽസ്. അപ്പൊ ഓൾറെഡി നമ്മൾ പെർസെന്റേജിൽ വെച്ചിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. പെർസെന്റേജ് എന്ന് പറയുന്നത് എത്രയിലാ വരുന്നത്? 100-ലല്ലേ വരുന്നത്. അപ്പൊ ഡയറക്റ്റ് ഒന്നും നോക്കണ്ട, 100 ഇവിടെ അങ്ങോട്ട് എഴുതുക. ഇനി അടുത്തത് 2016-17 ആക്ച്വലി സംഭവിച്ചത്. എത്രയാ ആക്ച്വലി സംഭവിച്ചത്? ക്വസ്റ്റ്യനി നമുക്ക് തന്നു. എത്രയായിരുന്നു ആക്ച്വലി സംഭവിച്ചത്? ആക്ച്വലി നമുക്കിവിടെ സംഭവിച്ചത് 2016-17 1000 ലാക്സ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആക്ച്വൽ സംഭവിച്ച 1000 നമുക്കിവിടെ അങ്ങോട്ട് എഴുതാം. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? എസ്റ്റിമേറ്റ് ചെയ്യാൻ പോവാ. എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 17-18 എത്ര ആയിരിക്കാം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് അത് എഴുതണമല്ലോ. അപ്പൊ അത് എത്രയാണ്? 1500. അപ്പൊ ഇത്രയായിട്ട് നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ഇനി ബാക്കിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുള്ളൂ? ഇവിടെ ചെയ്യണം. അപ്പൊ ഇതെന്താ സംഭവം? ഇത് നമ്മുടെ സെയിൽസ് ആണ്. അപ്പൊ പെർസെന്റേജ് ഓഫ് സെയിൽസ് എത്രയാ? പെർസെന്റേജ് ഓഫ് സെയിൽസ് ടു പെർസെന്റേജ് ഓഫ് കറന്റ് അസറ്റ് ആൻഡ് കറന്റ് ലയബിലിറ്റീസ് ടു സെയിൽ എന്ന് പറയുന്നത് 100%. സെയിൽ ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത് 2016-17 സെയിൽ എന്ന് പറയുന്നത് 1000 രൂപയാണ്. ഇനി നമ്മൾ 17-18 സെയിലായിട്ട് എടുക്കാൻ പോകുന്നത് 1500 രൂപയാണ്. അപ്പൊ ഇത്ര ഐറ്റം നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. അപ്പൊ ആദ്യം നമ്മൾ എന്താ എഴുതണ്ടേ? ആദ്യം നമ്മൾ എഴുതേണ്ടത് കറന്റ് അസറ്റ്. അപ്പൊ നമ്മൾ എ എന്ന് പറയുന്ന ഏതാ? നമ്മുടെ സെയിൽസിനെ മൊത്തം നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി അടുത്ത നമ്മൾ കറണ്ട് അസറ്റ് ആണ് എടുക്കുന്നത്. കറണ്ട് അസറ്റ് എല്ലാം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, നമുക്ക് അവൈലബിൾ ആണ്. ഏതൊക്കെയാ നമ്മുടെ കറണ്ട് അസറ്റ്? ഇൻവെന്ററി, റിസീവബിൾസ് ആൻഡ് ക്യാഷ്. അപ്പൊ ആദ്യം നമ്മൾ ഇൻവെന്ററി എഴുതി. ഇനി ഇതിന് എത്രയാണ് സെയിൽസിലേക്കുള്ള പെർസെന്റേജ് എന്നല്ലേ നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യനിൽ എത്ര ഇൻവെന്ററി തന്നിരിക്കുന്നത് നമ്മൾ നോക്കുക. എത്ര ഇൻവെന്ററി തന്നിരിക്കുന്നത്? 300 ആണ് ഇൻവെന്ററി തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? ഇവിടെ എഴുതുവാണ് 300. കാൽക്കുലേഷൻ ആണ് എഴുതുന്നത്. 300 ഇൻറ്റു അതിന്റെ പെർസെന്റേജ് 100 പെർസെന്റേജ് ഡിവൈഡഡ് ബൈ എത്രയാണ് നമുക്ക് ഈ 2016-17 ആക്ച്വൽ സംഭവിച്ചിരിക്കുന്നത്? 1000. അപ്പൊ ഇത്ര ഐറ്റം ചെയ്താലാണ് ഇൻവെന്ററി എത്രയാണ് കറണ്ട് അസറ്റ് ടു കറണ്ട് ലയബിലിറ്റി സെയിൽസിലേക്ക് വരുന്നതെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. എത്രയാ ചെയ്യുന്നത്? 300 ഇൻറ്റു നമ്മുടെ പെർസെന്റേജ് 100 ഡിവൈഡഡ് ബൈ 1000. എത്ര വരുന്നത്? 30. അപ്പൊ എത്രയാണ് സെയിൽസിന്റെ പെർസെന്റേജ് ഇൻവെന്ററിയുടെ? 30%. ഇനി അടുത്തത് ഇങ്ങനെ ഓരോ അസറ്റിന്റെ നമ്മൾ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ നമ്മുടെ അസറ്റ് ഏതാ? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന രണ്ടാമത്തെ നമ്മുടെ കറണ്ട് അസറ്റ് ഏതാ? റിസീവബിൾ ആണ്. റിസീവബിൾ എത്രയാ റിസീവബിൾ തന്നിരിക്കുന്നത്? 200 ആണല്ലോ. അപ്പൊ നമുക്ക് എഴുതാം 200. ഇതാണ് എമൗണ്ട് കാൽക്കുലേഷന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ഇതെങ്ങനെയാണെന്ന് ഞാൻ സ്റ്റെപ്പ് എഴുതി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ 200 ഇൻറ്റു എത്ര പെർസെന്റേജ്? 100%. എത്രയാണ് ആക്ച്വലി സംഭവിച്ചത്? 1000 ആണ് സംഭവിച്ചത്. അപ്പൊ എത്ര കിട്ടും? 20 ആയിരിക്കില്ലേ കിട്ടത്തുള്ളൂ. അപ്പൊ 20. ഇനി അടുത്ത അസറ്റ് ഏതാന്ന് വെച്ചാൽ എഴുതുക. ഏതാ നമുക്ക് അടുത്ത അസറ്റ് ആയിട്ടുള്ളത്? ക്യാഷ് ആണ് നമ്മുടെ അടുത്ത ലിക്വിഡ് അസറ്റ് ആയിട്ട് നമുക്ക് കറണ്ട് അസറ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. ക്യാഷിന്റെ എമൗണ്ട് എത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്? 100 രൂപയാണുള്ളത്. അപ്പം 100 ഇൻറ്റു പെർസെന്റേജ് 100 ഡിവൈഡഡ് ബൈ 1000. ഇതാണ് കാൽക്കുലേഷൻ. അപ്പൊ എത്രയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? 10. അപ്പൊ നമ്മുടെ കറണ്ട് അസറ്റിന്റെ പെർസെന്റേജ് നമുക്ക് കിട്ടി. ആക്ച്വൽ
നമുക്ക് സംഭവിച്ചത് വെച്ചിട്ടുള്ളത് 30, 20, 10. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യാനായിട്ട് പോവാണ്. ടോട്ടൽ ചെയ്യണം നമുക്കിതിനെ. എങ്ങനെ ടോട്ടൽ ചെയ്യുന്നേ? ഇത് 3 കൂടെ അങ്ങോട്ട് കൂട്ടി വെക്കുക. ഇത് 3 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 30, 20, 10 ആണല്ലോ. അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നത്? 60. ഇനി വേറെ കാൽക്കുലേഷൻ ഒന്നും ഇല്ല, നമുക്കിവിടെ ഓക്കെ ആയി. ഇനി നമുക്ക് അടുത്ത എന്താ ചെയ്യേണ്ട? ഇനി നമുക്ക് നമ്മുടെ കറണ്ട് ലയബിലിറ്റിയിൽ ഉള്ള പെർസെന്റേജ് എത്രയുണ്ട്, അല്ലെ കറണ്ട് ലയബിലിറ്റി ടു സെയിൽസ് എത്രയുണ്ടെന്ന് കണ്ടെത്തണം. നമുക്ക് സൺട്രി ക്രെഡിറ്ററും ബിൽസ് പേബിളും ആണ് നമുക്ക് കറണ്ട് ലയബിലിറ്റി ആയിട്ട് ഇവിടെ ഉള്ളത്. അത് കാൽക്കുലേഷൻ സെയിം തന്നെയാണ്. എത്രയാ കറണ്ട് ലയബിലിറ്റിയുടെ എമൗണ്ട് നമുക്ക് സൺട്രി ക്രെഡിറ്ററിന്റെ എമൗണ്ട് തന്നിരിക്കുന്ന 200 ആണല്ലോ. അപ്പൊ നമ്മൾ ആ കാൽക്കുലേഷൻ ഇനി എഴുതുന്നില്ല. ഇനി നിങ്ങൾ കാൽക്കുലേറ്റർ ജസ്റ്റ് ചെയ്താൽ മതി. 200 ആണ് സൺട്രി ക്രെഡിറ്ററിന്റെ എമൗണ്ട്. 200 ഇൻറ്റു 100 ആണ് പെർസെന്റേജ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ എമൗണ്ട് ആയിട്ടുള്ള 1000. അപ്പൊ എത്രയാ നമുക്ക് കിട്ടുന്നത്? 20 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ 20 ഡയറക്റ്റ് ഇങ്ങോട്ട് എഴുതി വെച്ചേക്കുക. ഇനി അടുത്ത ബിൽസ് പേബിൾ എത്രയാ? 100 രൂപയ്ക്കുള്ള ബിൽസ് പേബിൾ അല്ലേ ഉള്ളൂ. അപ്പൊ അതും അങ്ങനെ തന്നെ ചെയ്യാലോ. 100 ഇൻറ്റു പെർസെന്റേജ് 100 ഡിവൈഡഡ് ബൈ ആക്ച്വൽ ആയിട്ട് സംഭവിച്ച സെയിൽസ് ടേൺ ഓവർ 1000. അപ്പൊ എത്രയാ നമുക്ക് കിട്ടാൻ പോകുന്നത്? 10 ആണ് കിട്ടാൻ പോകുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ രണ്ട് കറണ്ട് ലയബിലിറ്റി കൂടെ ടോട്ടൽ ചെയ്തിട്ട് ടോട്ടൽ കറണ്ട് ലയബിലിറ്റി കണ്ടെത്തുക. അപ്പൊ ടോട്ടൽ എത്ര? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത് 30 ആണ് കിട്ടുന്നത്. ഇനി നമ്മളിവിടെ ആക്ച്വൽ സംഭവിച്ച എല്ലാ ഐറ്റംസ് നമ്മൾ എഴുതാൻ പോവാണ്. ആക്ച്വലി സംഭവിച്ചതല്ല. അപ്പൊ കറണ്ട് അസറ്റിൽ വന്നതാണ് ഇൻവെന്ററി എത്ര ആക്ച്വലി നമ്മുടെ കയ്യിലുള്ളത്? ക്വസ്റ്റ്യനിൽ നമുക്കറിയാം ഇൻവെന്ററി എത്രയുണ്ട് നമ്മുടെ കയ്യിൽ? 300 രൂപ. ഇത് വേറെ കാൽക്കുലേഷൻ ഒന്നും ഇല്ല. ഈ ക്വസ്റ്റ്യൻ തന്നെ ജസ്റ്റ് എടുത്ത് എഴുതിയാൽ മതി. ഇൻവെന്ററി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ 300 രൂപയുണ്ട്. അടുത്ത റിസീവബിൾസ് എന്ന് പറയുന്നത് എത്ര രൂപയാണ് നമ്മുടെ കയ്യിലുള്ള? ക്വസ്റ്റ്യനിലുണ്ടല്ലോ 200 ആണുള്ളത്. ഇനി ക്യാഷ് എത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്? 100 രൂപയാണുള്ളത്. അപ്പൊ ഈ കാൽക്കുലേഷൻ കഴിഞ്ഞല്ലോ. ഇനി ജസ്റ്റ് എല്ലാം കൂടെ കൂട്ടാലോ. എത്രയാ നമുക്ക് കിട്ടത്തുള്ളൂ? 600 ആണ് നമുക്ക് കിട്ടുന്നത്. അത് നമുക്കറിയാം. ഇനി കറണ്ട് ലയബിലിറ്റി അങ്ങനെ തന്നെ നോക്കുക. എത്രയാണ് ആക്ച്വലി നമുക്ക് സംഭവിച്ചിട്ടുള്ളത്? ആക്ച്വലി സംഭവിച്ചത് 200 ആണ് കറണ്ട് ലയബിലിറ്റി ആയിട്ട് തന്നിരിക്കുന്നത്. ബിൽസ് പേബിൾ എത്ര തന്നിട്ടുള്ളൂ? 100 ആണ് ബിൽസ് പേബിൾ. ജസ്റ്റ് ഒന്ന് ടോട്ടൽ ചെയ്ത് വെക്കുക. എത്രയാ അപ്പൊ വരുന്നത്? 300 ആയിരിക്കും വരുന്നത്. ഇനി നമുക്കിവിടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്? ബി മൈനസ് സി. ബി എന്ന് പറഞ്ഞാൽ ബി ഏതാ? ബി എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്. സി എന്ന് പറഞ്ഞാൽ ഏതാ? കറണ്ട് ലയബിലിറ്റി. അപ്പൊ ബി മൈനസ് സി എന്ന് പറഞ്ഞാൽ ഏതാ? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റിയാ വരുന്നത്. എത്രയാ നമുക്ക് കറണ്ട് അസറ്റ് ഉള്ളത്? 60 രൂപയാണ് കറണ്ട് അസറ്റ് ഉള്ളത്. എത്രയാ കറണ്ട് ലയബിലിറ്റി? 30 രൂപയാണ്. അപ്പൊ 60 ന് 30 പോയാൽ എത്രയാ? 300 ആണ് വരുന്നത്. ഇനി നമ്മൾ നമ്മുടെ ആക്ച്വൽ സെയിൽസ് കൂടെ നോക്കുക. ആക്ച്വൽ സെയിൽസ് നോക്കുമ്പോൾ എത്രയാ സംഭവിക്കുന്നത്? ആക്ച്വൽ സെയിൽസ് നോക്കിക്കേ. ഇൻവെന്ററി 300 ആണ് ക്വസ്റ്റിന് തന്ന എമൗണ്ട്. നമ്മൾ ജസ്റ്റ് എടുത്ത് എഴുതിയതേ ഉള്ളൂ. 300, റിസീവബിൾ 200, ക്യാഷ് 100. അതിന്റെ ടോട്ടൽ 60 ആണ് കറണ്ട് അസറ്റ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ളത്. ഇനി കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഐറ്റം മാത്രമേ ഉള്ളൂ. 200ഉം 100. അതായത് സൺട്രി ക്രെഡിറ്ററും ബിൽസ് പേബിൾ. അപ്പൊ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 300 ആണ് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ ടോട്ടൽ നമ്മൾ എങ്ങനെയാ വരുന്നത്? അപ്പോ 600 മൈനസ് 300 ആണ് വരുന്നത്. അപ്പൊ എത്ര കിട്ടും നമുക്ക് ഇവിടെ? 300 രൂപയാണ് നമ്മുടെ ഇവിടെ ആക്ച്വൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ഈ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാ നമുക്കിനി നോക്കാം. അപ്പൊ 1500 ആണല്ലോ നമ്മളിവിടെ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാ അപ്പൊ ഇത് ചെയ്യേണ്ടത്? ആക്ച്വൽ സെയിൽസ് നമുക്ക് എത്രയാ എസ്റ്റിമേറ്റഡ് സെയിൽസ് എത്രയാ നമ്മുടെ കയ്യിലുള്ളത്? 1500 ആണ് നമ്മുടെ കയ്യിലുള്ളത്. 1500 ഇൻറ്റു നമ്മുടെ പെർസെന്റേജ് ഓഫ് സെയിൽസ് ടു കറണ്ട് അസറ്റ് അല്ലെ പെർസെന്റേജ് ഓഫ് കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി ടു സെയിൽസ് എത്രയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്? 30 ആണ് കിട്ടിയിരിക്കുന്നത്. 30 ഡിവൈഡഡ് ബൈ 100 ആണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പൊ ചെറിയൊരു വ്യത്യാസം ഉണ്ട് നമുക്കിവിടെ കണക്ക് ചെയ്യുമ്പോൾ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എസ്റ്റിമേറ്റഡ് ഇൻറ്റു പെർസെന്റേജ് ഓഫ് കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി ടു സെയിൽസ് ഡിവൈഡഡ് ബൈ പെർസെന്റേജ്. അതാണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്. അപ്പൊ എത്ര നമുക്ക് കിട്ടുന്നത്? 450 ആണ് കിട്ടുന്നത്. അതായത് 1500 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 100. 450. അപ്പൊ ഡയറക്റ്റ് അങ്ങോട്ട് എടുത്ത് എഴുതിയേക്കുക 450. ഇങ്ങനെ തന്നെ എല്ലാ ഐറ്റവും നമ്മൾ എഴുതുക. അടുത്ത ഏതാ? അടുത്ത നമ്മൾ കണ്ടുപിടിക്കേണ്ടത് റിസീവേഴ്സിന് എത്രയാണെന്നാണ്. അപ്പൊ റിസീവേഴ്സിന് നമുക്ക് എങ്ങനെ കണ്ടെത്താതെ? റിസീവേഴ്സ് കണ്ടെത്തുമ്പോ 1500 ഇൻറ്റു 1500 ഇൻറ്റു എത്രയാ കിട്ടിയിരിക്കുന്നത്? 20 ആണ് നമുക്കുള്ളത്. 20 ഡിവൈഡഡ് ബൈ 100. അപ്പൊ എത്ര വരും? 300 വരും.
ഇത് നമ്മുടെ കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ളതാണ്. കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്ലൂ ഇങ്കിൽ എഴുതിയിരിക്കുന്ന എമൗണ്ടുകൾ മാത്രമേ എടുക്കാവുള്ളൂ. ഇനി ക്യാഷ് നമ്മൾ എങ്ങനെയാ കണ്ടെത്തേണ്ടത്? ക്യാഷ് ഈ പറഞ്ഞ പോലെ 1500 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 10 എത്രയാ? ഈ കിടക്കണമെങ്കിൽ 10 ക്യാഷിന്റെ 10 ഡിവൈഡഡ് ബൈ 100. അപ്പൊ എത്ര നമുക്ക് വരുന്നത്? 150 ആണ് വരുന്നത്. 150 ഇത് കാൽക്കുലേഷൻ ആണ് കേട്ടോ. ഇത് ജസ്റ്റ് എല്ലാം കൂടെ കൂട്ടുക. ഏതൊക്കെ ഐറ്റം ആണ് എടുക്കേണ്ടത്? 450 പ്ലസ് 300 പ്ലസ് 180 എടുക്കണം. അപ്പൊ ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ് നമുക്ക് കിട്ടും. എത്ര കിട്ടുന്നത്? അപ്പോ 900 രൂപയാണ് നമ്മുടെ ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ കറണ്ട് ലയബിലിറ്റിയുടെയും ട്രീറ്റ്മെന്റ് വരുന്നത്. അപ്പൊ നമ്മൾ എന്തോന്നാ ചെയ്യേണ്ടത്? 1500 ഇൻറ്റു എത്രയാണ് കറണ്ട് ലയബിലിറ്റി ടു സെയിൽസ് വരുന്നത്? 20 ഡിവൈഡഡ് ബൈ 100 എത്ര വരും? 300 രൂപയാണ് വരുന്നത്. ഇനി അടുത്ത് കറണ്ട് ബിൽസ് പേബിളിന്റെ അങ്ങനെ തന്നെ ചെയ്യുക. 1500 ആണ് നമ്മുടെ എസ്റ്റിമേറ്റഡ് ഇൻറ്റു 10 രൂപയാണ് നമ്മുടെ പെർസെന്റേജ് ഓഫ് സെയിൽസ് വരുന്നത്. 100. അപ്പൊ എത്ര വരുന്നത്? നമുക്കിവിടെ കിട്ടുന്നത് 150 ആയിരിക്കും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 300 150 കൂടെ കൂട്ടിയാൽ മതി. 450 ആണ് നമ്മുടെ എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്, എസ്റ്റിമേറ്റ് ആയിട്ട് കിട്ടുന്ന കറണ്ട് ലയബിലിറ്റിയുടെ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും നമുക്ക് ഐറ്റം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ആക്ച്വൽ കറണ്ട് അസറ്റ് എത്രയാ നമുക്ക് എസ്റ്റിമേറ്റഡ് കറണ്ട് അസറ്റ് എത്രയാ നമുക്ക് വരുന്നത്? 900 ആണല്ലോ വരുന്നത്. 900-ൽ നിന്ന് നമ്മൾ എന്ത് കുറച്ചാൽ മതി? 900 മൈനസ് കറണ്ട് ലയബിലിറ്റിയുടെ 450 കുറച്ചാൽ മതി. അപ്പൊ നമുക്കിവിടെ എഴുതാം 900 മൈനസ് 450. അപ്പൊ എത്ര തന്നെയാ വരത്തുള്ളൂ? ഇവിടെ 450 തന്നെയായിരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന എമൗണ്ട് 450. ഇതിൽ വേറെ കാൽക്കുലേഷൻസ് ഒന്നുമില്ല. നമ്മുടെ കണക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കണ്ടുപിടിക്കാൻ ജസ്റ്റ് കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി അങ്ങോട്ട് കുറച്ചാൽ മതി. ഇവിടെ നമുക്ക് പെർസെന്റേജ് തന്നിട്ടുണ്ട്. 100 വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആക്ച്വൽ കോളത്തിൽ നമ്മൾ ക്വസ്റ്റിന് തന്നിരിക്കുന്ന അതേ എമൗണ്ടുകൾ മാത്രം എടുത്ത് എഴുതിയാൽ മതി. എസ്റ്റിമേറ്റഡ് കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന എസ്റ്റിമേറ്റഡ് ഇൻറ്റു അതിന്റെ പെർസെന്റേജ് എത്രയാണോ വർക്കിംഗ് ക്യാപിറ്റലിലേക്കുള്ളത് ഡിവൈഡഡ് ബൈ 100 വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ള എമൗണ്ടുകളെല്ലാം നമുക്ക് ലഭിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു ഫോർമുല എന്താണ്? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. എപ്പോഴും നമ്മൾ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റിയാണ് കുറയ്ക്കേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ തന്നു കഴിയുമ്പോൾ ഈ ക്വസ്റ്റ്യനകത്തുനിന്ന് കറണ്ട് അസറ്റ് ഏതാണ്, കറണ്ട് ലയബിലിറ്റി ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയാനായിട്ട് പഠിക്കണം. ഈ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കറണ്ട് അസറ്റിന്റെയും കറണ്ട് ലയബിലിറ്റിയുടെയും ഏകദേശം വരാൻ ചാൻസ് ഉള്ള ഐറ്റംസ് എല്ലാം ഞാൻ നിങ്ങളെ എഴുതി ഇങ്ങനെ തന്നിരിക്കുന്നത്. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ച് പഠിക്കുക. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. കാര്യങ്ങളെല്ലാം എളുപ്പമാണ്. അപ്പൊ നമ്മൾ എന്താണ് പഠിച്ചത്? പെർസെന്റേജ് ഓഫ് സെയിൽസ് മെത്തേഡ്. ഈ പെർസെന്റേജ് ഓഫ് സെയിൽസ് മെത്തേഡ് എവിടെയുള്ളതാണ്? മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ്. അതിന്റെ മെത്തേഡാണ്, ഒരു മെത്തേഡാണ് പെർസെന്റേജ് ഓഫ് സെയിൽസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്താ? കറണ്ട് അസറ്റ് ഏതാണ്, കറണ്ട് ലയബിലിറ്റി ഏതാണെന്ന് കണ്ടെത്തണം. അപ്പൊ കറണ്ട് അസറ്റ് ഏതാണ്, കറണ്ട് ലയബിലിറ്റി ഏതാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇത് മനസ്സിലാക്കണം. ഇത് കാണാതെ ഏതാണെന്നുള്ളത്. അപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നത്? കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറയ്ക്കുക എന്നുള്ള ഒരു ഫോർമുല വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ കറണ്ട് അസറ്റ് ഏതാ, കറണ്ട് ലയബിലിറ്റി ഏതാണ് ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ബാലൻസ് ഷീറ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻ ആയിട്ട് തരുന്നത്. ഇതിനകത്തുനിന്ന് കറണ്ട് അസറ്റ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം, അല്ലെ കറണ്ട് ലയബിലിറ്റി ആയിട്ടുള്ള ഐറ്റംസ് മാത്രം നമ്മൾ എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറയ്ക്കുക. ഇത്രയാണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഓൺ പെർസെന്റേജ് ഓഫ് സെയിൽസ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. പെർസെന്റേജ് ഓഫ് സെയിൽസ് മെത്തേഡ്. താങ്ക് യു.